ഈ പ്രോസ്പെരിറ്റിയൊക്കെ ഇത്ര വേഗം ക്യാൻസൽ ആകുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല. എത്ര വേഗതയിലാണ് പ്രോസ്പെരിറ്റി ക്യാൻസൽ ആകുന്നത്. ടിന്റുമോൻ പറഞ്ഞാൽ ദൈവം പ്രോസ്പെരിറ്റി ക്യാൻസൽ ചെയ്യുമെന്നാണ് ടിന്റുമോൻ തന്നെ പറഞ്ഞത്. ഇത് ഈ അറം പറ്റുമെന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അതുപോലെയാണെന്നാണ് തോന്നുന്നത്. പറഞ്ഞ് ടിന്റുമോന്റെ പ്രോസ്പെരിറ്റി ക്യാൻസൽ ചെയ്തു. ഞാനൊരു പോസ്റ്റർ കാണില്ല. കണ്ടല്ലോ, എന്തെങ്കിലും പ്രത്യേകത തോന്നിയോ? പ്രേക്ഷകർക്ക് എന്ത് തോന്നുന്നു? നിങ്ങൾക്ക് ബോധ്യമായില്ലേ? ഇതാണ് കർത്താവ്. ചോദിച്ചാൽ ഉടൻ ഉത്തരം നൽകും. താമസമൊന്നുമില്ല. പണ്ടൊക്കെ താമസിക്കുമായിരിക്കും, പക്ഷെ ഇപ്പൊ അങ്ങനെ വലിയ താമസമൊന്നുമില്ല. പ്രോസ്പെരിറ്റി ക്യാൻസൽ ചെയ്യുമെന്ന് പറഞ്ഞവന് തന്നെ പണി കൊടുത്തു. ഇതാണ് പറയുന്നത് ദൈവത്തിന്റെ നാമം വൃഥാ എടുക്കരുതെന്ന്. കള്ളം പറയരുത്, കള്ളസത്യം ചെയ്യരുത് എന്നൊക്കെ പറയുന്നത് വെറുതെയാണോ? ഇതൊക്കെയല്ലേ ടിന്റുമോനും വിശ്വാസികളെ പഠിപ്പിക്കുന്നത്? ഏതായാലും ഇനിയും പ്രോസ്പെരിറ്റി ക്യാൻസൽ ആകാതെ ടിന്റുമോൻ നോക്കണമെന്നേ എനിക്ക് പറയാനുള്ളൂ. ടിന്റുമോനെ കുറിച്ച് കഴിഞ്ഞ 2 ദിവസങ്ങൾക്ക് മുൻപ് ഞാനും പ്രതികരിച്ചിരുന്നു. എൻ്റെ അഭിപ്രായം ഞാൻ പറഞ്ഞിരുന്നു. സോഷ്യൽ മീഡിയയിൽ ദൈവദാസന്മാരും പാസ്റ്റർമാരും മാധ്യമപ്രവർത്തകരും ഒക്കെ ബ്ലോഗർമാരുൾപ്പെടെ അഭിപ്രായങ്ങൾ പറഞ്ഞിരുന്നു. നമ്മളെല്ലാം കേട്ടതാ. ലോകം മുഴുവനുമുള്ള മലയാളികൾ അത് കേട്ടതാ. പക്ഷെ ഇന്നലെ കൊല്ലം ഷമീർ പറഞ്ഞത് കേട്ടപ്പോൾ എനിക്ക് പ്രത്യേകിച്ച് അത്ഭുതമൊന്നും തോന്നിയില്ല. കാരണം ടിന്റുമോൻ ഇതും ചെയ്യിക്കും, ഇതിനപ്പുറവും ചെയ്യിക്കും. ഇതും ചാടിക്കിടക്കും, ഇതിനപ്പുറവും ചാടിക്കിടക്കും എന്ന് പറയുന്നത് പോലെ ഇതെല്ലാം ചാടിക്കിടക്കുന്ന ആളാണ് ടിന്റുമോൻ. എല്ലാ ഉടായ്പകളുടെയും ഉസ്താദാണെന്നാണ് അദ്ദേഹത്തിനോടൊപ്പമുള്ള കൂടെ നടന്നവർ തന്നെ പറയുന്നത്. ഞാൻ ചെയ്ത ചില വീഡിയോകളുടെ കമന്റ് ബോക്സിൽ കൂലിക്ക് ആളിനെ ഇരുത്തി കമന്റ് ഇടിക്കുന്നുണ്ടായിരുന്നു. അതെല്ലാം ഞാൻ കാണുകയും ചെയ്യുന്നുണ്ട്. തെറിയും വിളിപ്പിച്ചു. അങ്ങനെയുള്ള അക്കൗണ്ടുകൾ പരിശോധിച്ചപ്പോൾ ഞാൻ പോലും ഞെട്ടിപ്പോയി. ഇതെല്ലാം വ്യാജ അക്കൗണ്ടുകളാണ്. എന്തിനാ ടിന്റുമോനെ ഇങ്ങനെ കൂലിക്ക് ആളുകളെ വെച്ച് തെറി വിളിപ്പിക്കുന്നത്? ഗുണ്ടാ സംഘത്തെ പോലെ ഇനിയും വിളിച്ചോ, എനിക്ക് പ്രശ്നമൊന്നുമില്ല, എനിക്കൊരു വിഷമവും ഇല്ല. പിന്നെ കൊല്ലം ഷമീർ പാസ്റ്ററെ വിളിച്ച് ഭീഷണിപ്പെടുത്തിയെന്ന് പറഞ്ഞ ആളിനെ, അലക്സിനെ എനിക്കറിയാം. അയാൾ ഇപ്പോൾ ഡൽഹിയിലാണ്. ടിന്റുമോന്റെ ആരാധകനാണ്. അലക്സ് വിളിച്ച കാര്യം ടിന്റുമോന്റെ അകത്തളത്തിലെ മനസാക്ഷി സൂക്ഷിപ്പുകാരനോട് ചോദിച്ചപ്പോൾ അയാൾ പറഞ്ഞ മറുപടിയാണ് എന്നെ അത്ഭുതപ്പെടുത്തിയത്. അലക്സ് ആളാകാൻ വേണ്ടി ചെയ്തതാണെന്ന്, അല്ലാതെ പാസ്റ്റർ പറഞ്ഞിട്ടൊന്നും ചെയ്തതല്ലെന്ന്. പിന്നെ എനിക്കതിൽ പറഞ്ഞതിൽ അത്ര വിശ്വാസം പോരാഞ്ഞ് വേറൊരു അനുയായിയോട് ചോദിച്ചപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യിക്കുമെന്നാണ് കിട്ടിയ മറുപടി. മാത്രമല്ല സൈബർ കേസ് കൊടുക്കുമെന്നൊക്കെ തട്ടിവിട്ടു. മാത്രമോ, ഒരു ഉളുപ്പുമില്ലാതെ ഇന്നലെയും ടിന്റുമോൻ സ്വന്തം സഭയിൽ വന്ന് ആരാധന നടത്തി. പക്ഷെ കേൾക്കാൻ ആളുകൾ വിരലിൽ എണ്ണാവുന്നവരെ ഉണ്ടായിരുന്നുള്ളൂ. അത്ഭുത രോഗശാന്തിയോ പ്രോസ്പെരിറ്റി ക്യാൻസലേഷനോ ഒന്നും നടന്നില്ല. ഏതായാലും ഇങ്ങനെ പോയാൽ ടിന്റുമോൻ ഇനി വീട്ടിൽ വിശ്രമിക്കാം. പാവം എല്ലാവരും കൂടി ഈ വളർന്നു വന്ന അല്ലെങ്കിൽ വളർന്നു വരുന്ന അപ്പോസ്തലന്റെ കൂം പൊടിച്ചു എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ പറയാം. അത് തമാശയായിട്ട് തോന്നുന്നെങ്കിലും സംഭവിക്കാൻ പോകുന്നത് അതൊക്കെയാണ്. ചെല്ലുന്നിടത്തൊന്നും ആളില്ല. പിന്നെ തന്നെയല്ല, ഈ പ്രോസ്പെരിറ്റി ടിന്റുമോന്റെ തന്നെ പ്രോസ്പെരിറ്റി ക്യാൻസൽ ചെയ്യുമ്പോൾ പിന്നെ എന്നാ ചെയ്യും? വീട്ടിൽ ഇരുന്ന് വിശ്രമിക്കുക, അത്ര തന്നെ.